Coordination chemistry. Coordination കോംപ്ലക്സുകളുടെ സ്പെക്ട്രൽ പാർട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സസ് പറഞ്ഞു വരുമ്പം ആദ്യമായിട്ട് സബ്സ്റ്റൻസിനെ ഡയാമാഗ്നറ്റിസം ആൻഡ് പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തത് മൈക്കൽ ഫാരഡെ ഇൻ 1845 എന്താണ് ഡയാമാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഡയാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ അറൈസസ് ഫ്രം പെയർഡ് ഇലക്ട്രോൺ വിത്തിൻ ദ സാമ്പിൾ. പെയർഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ്, കോർഡിനേഷൻ കോംപ്ലക്സ് എടുക്കുകയാണെങ്കിൽ ഏതൊരു മെറ്റലിനാണെങ്കിലും പെയർഡ് ഇലക്ട്രോൺ, ഒരു പെയർഡ് ഇലക്ട്രോൺ എങ്കിലും ഇല്ലാത്ത ഒരു കോമ്പൗണ്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ഡയാമാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ ഒരു സബ്സ്റ്റൻസ്, when a substance placed in an external magnetic field, there is an induced circulation of electrons producing a net magnetic moment aligned in opposition to the applied magnetic field is known as diamagnetic effect. ഇപ്പോൾ ഒരു if a substance has only paired electron, this effect will dominate. The material will be classified as diamagnetic and it will be slightly repelled by a magnetic ഫീൽഡ്. അപ്പം ഓൺലി പെയർഡ് ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ കോമ്പൗണ്ടിന് നമ്മൾ എന്ത് പറയും? ഡയാമാഗ്നറ്റിക് എന്ന് പറയും. അത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇട്ടാൽ നമുക്കത് റിപ്പൽ ചെയ്യുന്നത് കാണാം. അങ്ങനെയാണ് നമുക്ക് ഡയാമാഗ്നറ്റിക് ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്. എന്താന്ന് നോക്കാം. നെക്സ്റ്റ് പറയാനുള്ളത് പാരാമാഗ്നറ്റിസം. Paramagnetism is produced by unpaired electrons in a sample. Diamagnetism എന്തായിരുന്നു? പെയർഡ് ഇലക്ട്രോൺ, ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റൻസിലുള്ള പെയർഡ് ഇലക്ട്രോൺസ് വഴി ഉണ്ടാവുന്നതായിരുന്നു എന്ത്? ഡയാമാഗ്നറ്റിസം. അതേസമയം പാരാമാഗ്നറ്റിസം എന്ന് പറയുന്നത് അൺപെയർഡ് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അറൈസസ് ഫ്രം അൺപെയർഡ് ഇലക്ട്രോൺ. The spin and angular motion of this electron give rise to a permanent molecular magnetic moment that tend to align themselves within an applied field. സ്പിൻ ആൻഡ് ആംഗുലാർ മോഷൻ ഉണ്ട് ഇലക്ട്രോൺ, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുവഴിയാണ് ഇലക്ട്രോണിന് മാഗ്നറ്റിക് മൊമെന്റ് കിട്ടുന്നത്. ഇനി ഇപ്പം ഒരു സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് പെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പൊ ഈ പെയർഡ് ഇലക്ട്രോൺസിനെല്ലാം എന്താണ്? ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലേ നമ്മൾ ഇപ്പം മുന്നേ പറഞ്ഞത്. ഇനി ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിന് പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഈ എത്ര പെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിലുള്ള ഡയാമാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടെങ്കിലും ഒരൊറ്റ അൺപെയർഡ് ഇലക്ട്രോൺ വന്നാൽ ഇതിനെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് അവിടെ ഒരു സബ്സ്റ്റൻസ് പാരാമാഗ്നറ്റിസം ആയിട്ടാണ് ആക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? The spin and angular orbital motion of this electron give rise to a permanent molecular moment that tend to align themselves within an applied field because it is much larger than the diamagnetic effect. ഡയാമാഗ്നറ്റിക് എഫക്റ്റിനേക്കാളും കൂടുതലാണ് പാരാമാഗ്നറ്റിക് എഫക്റ്റ്. അതുകൊണ്ട് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിലും അത് പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് കാണിക്കുക. The paramagnetic effect cancel any repulsion between applied field and paired electron in a sample. Thus, even substance has only one unpaired electron per molecule will show a net attraction into the magnetic field. ഡയാമാഗ്നറ്റിസത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? മാഗ്നറ്റിക് ഫീൽഡിൽ റിപ്പൾഷൻ ആണ് ഉണ്ടാവുക. അതേസമയം ഒരു അൺപെയർഡ് ഇലക്ട്രോൺ എങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്റ്റൻസ് എന്താവും? മാഗ്നറ്റിക് ഫീൽഡിനോട് അട്രാക്ഷൻ ഇൻ ടു ദ മാഗ്നറ്റിക് ഫീൽഡാണ് കാണിക്കുക. The paramagnetic effect is observed only in presence of an external field. External field in the presence മാത്രമേ എന്ത് കാണിക്കുള്ളൂ? പാരാമാഗ്നറ്റിക് എഫക്റ്റ് കാണിക്കുള്ളൂ. ഫീൽഡ് ഇല്ലാണ്ടായാൽ അപ്പം molecular moments are randomized by thermal motion and the bulk sample has no overall moment. അതാണ് പാരാമാഗ്നറ്റിക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പാരാമാഗ്നറ്റിസം നമ്മൾ പറഞ്ഞു. Paramagnetic effect decreases in magnitude as the temperature is increased. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ചിട്ട് പാരാമാഗ്നറ്റിക് എഫക്റ്റ് ഡിക്രീസ് ചെയ്യും. നമ്മൾ പറഞ്ഞു എന്താ ഇവിടെ പറഞ്ഞിരുന്നത്? Individual molecular moments are randomized by thermal motion and the bulk sample has no overall moment when there is no magnetic field is applied എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ when any substance is placed in a magnetic field, the field produced within the sample will either be greater than or less than the applied field depending on whether the material is paramagnetic or diamagnetic. അപ്പം നമുക്ക് ഈ ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിൽ സബ്സ്റ്റൻസിനെ പ്ലേസ് ചെയ്യുമ്പം
സബ്സ്റ്റൻസിന്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത് that is the difference between applied field and produced the difference between the two എന്ന് പറഞ്ഞാൽ the field produced within the sample and the applied field ആ ഡിഫറൻസ് ആണ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ബി മൈനസ് എച്ച് സീറോ. ബി എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഫീൽഡ് ഇൻസൈഡ് ദ സാമ്പിൾ, എച്ച് സീറോ എന്ന് പറയുന്നത് ഫ്രീ ഫീൽഡ് വാല്യൂ. ഇനി ഡെൽറ്റ എച്ച് വിൽ ബി നെഗറ്റീവ് ഫോർ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആൻഡ് പോസിറ്റീവ് ഫോർ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. പാരാമാഗ്നറ്റിക്കിൽ പോസിറ്റീവ് ആയിരിക്കും, ഡയാമാഗ്നറ്റിക്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇതിനേക്കാളും കോമൺലി നമ്മൾ ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ അപ്ലൈഡ് ഫീൽഡ് ആൻഡ് ഇൻഡ്യൂസ്ഡ് ഫീൽഡ് ഇൻ ദ സാമ്പിൾ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഐ എന്ന് പറയുന്ന ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറ്. അതിന്റെ ഇക്വേഷൻ ആണ് 4πi is equal to b minus h0. b minus h0നെ 4πi എന്ന് കൊടുക്കാം. അതിൽ ഐയും ബിയും പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണൽ ഫീൽഡ് ആണ്. അപ്പൊ നമുക്ക് അതിനെ ബിനെ ഐനെ നമുക്ക് ഡിവൈഡഡ് ബൈ h0 കൊടുക്കുകയാണെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും കിട്ടുക. അപ്പൊ 4πi/h0 ഇസ് ഈക്വൽ ടു b ബൈ h0 മൈനസ് h0 ബൈ h0. അപ്പൊ നമുക്ക് i/h0 ഒരു കോൺസ്റ്റന്റ് ആണ്, ദാറ്റ് ഈസ് k. 4πk ഇസ് ഈക്വൽ ടു b ബൈ h0 മൈനസ് 1 എന്ന് കിട്ടും അല്ലേ. അപ്പൊ ഈ b/h0 is called magnetic permeability, is the ratio of density of magnetic force lines in the presence of the sample to the same density with no sample. For a vacuum, this ratio will be equal to 1. The term I/h0 is magnetic susceptibility per unit volume, that is K, which express the degree to which the material is subjected to magnetization. അപ്പോൾ I/h0 എന്ന് പറയുന്ന K എന്നുള്ള വാല്യൂവിനെയാണ് നമ്മൾ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത്. അപ്പം ദ വാല്യൂ ഓഫ് K വിൽ ബി നെഗറ്റീവ്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിഫറൻസ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഒക്കെ നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അപ്പോൾ ഇവിടെ K എന്ന് പറയുന്നത് നെഗറ്റീവ് ഫോർ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആൻഡ് പോസിറ്റീവ് ഫോർ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. Ini the quantity that is most frequently obtained from experimental measurement, so magnetism is the specific susceptibility. Specific susceptibility, it is related to volume susceptibility through the density d term. Specific susceptibility നെയാണ് chi എന്നുള്ള ടേം കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് വോളിയം സസെപ്റ്റിബിലിറ്റി ആയിട്ടുള്ള k യോട് എങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്? ഡെൻസിറ്റി വെച്ചാണ് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൈ ഇസ് ഈക്വൽ ടു k/d. കൈ എന്ന് പറയുന്നത് സ്പെസിഫിക് ഓർ മാസ് സസെപ്റ്റിബിലിറ്റി, k എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മുന്നേ പറഞ്ഞ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി, വോളിയം സസെപ്റ്റിബിലിറ്റി. By multiplying the specific susceptibility of a compound by its molecular weight, we can obtain molar susceptibility. Chi_m is equal to chi into molecular weight. ഇനി നമ്മൾ മെഷർ ചെയ്ത് നമുക്ക് ലബോറട്ടറി മെഷർമെന്റിൽ കിട്ടുന്നത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആണ്. അതായത് നമ്മൾ സാധാരണയായിട്ട് രണ്ട് മെത്തേഡാണ് യൂസ് ചെയ്യാറുള്ളത്, ഗോയ് മെത്തേഡും ഫാരഡേ മെത്തേഡും. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഗോയ് മെത്തേഡാണ്. അപ്പൊ നമ്മൾ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കണ്ടെത്താൻ രണ്ട് മെത്തേഡ്സ് ആണ് സാധാരണ യൂസ് ചെയ്യാറെന്ന് പറഞ്ഞു, ഗോയ് മെത്തേഡും ഫാരഡേ മെത്തേഡും. നിങ്ങൾക്ക് ഗോയ് മെത്തേഡാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഗോയ് മെത്തേഡ് ആണെങ്കിലും ഫാരഡേ മെത്തേഡ് ആണെങ്കിലും അത് ഡിറ്റർമിൻ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് സെയിം ആണ്. Both techniques are based on the determination of the force exerted on a sample by an inhomogeneous magnetic field, and both of them involve measuring the weight of a substance in the presence and absence of field. അപ്പോൾ ഗോയ് ബാലൻസിന്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒരു സബ്സ്റ്റൻസ്, ആ സാമ്പിള് ഇൻ ദ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിൽ വെയിറ്റ് എടുക്കുക. അപ്പോൾ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പം അത് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര എന്നുള്ളത് നമുക്ക് അതിന്റെ വെയിറ്റിൽ നിന്ന് കിട്ടും, വെയിറ്റ് ഡിഫറൻസിൽ നിന്ന് കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി മെഷർ ചെയ്യുന്നത്. അതിൽ ഗോയ് ബാലൻസ് വെച്ച് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക വോളിയം സസെപ്റ്റിബിലിറ്റി ആണ്. അതേസമയം ഫാരഡേസ് മെത്തേഡ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് സ്പെസിഫിക് സസെപ്റ്റിബിലിറ്റി ആണ് ഒബ്റ്റെയിൻ ചെയ്യുക. അതൊരു അഡ്വാൻറ്റേജ് ഓഫ് ഫാരഡേ മെത്തേഡ് ആണ്. പിന്നെ അതിന് പുറമെ വേറൊരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. ഫാരഡേ മെത്തേഡിൽ നമുക്ക് ആകെ മില്ലിഗ്രാംസ് ഓഫ് സബ്സ്റ്റൻസേ ആവശ്യമുള്ളൂ. അതേസമയം ഗോയ് മെത്തേഡിൽ നമുക്ക് സെർട്ടൈൻ
gram 1 gram ഒക്കെ സബ്സ്റ്റൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനിയും നമുക്ക് once the experimental value of chi-m has been obtained for a paramagnetic substance, it can be used to determine how many unpaired electrons there are per molecule or ion. അപ്പം നമുക്ക് സസെപ്റ്റിബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് അതിന്റെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളത് കണ്ടെത്തണം. അപ്പം അത് കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് in order to translate the experimental result into the number of unpaired spins, it must be first recognized that the measure of susceptibility will include contribution from both paramagnetism and diamagnetism in the sample. സാമ്പിളിൽ ഒരുപാട് പെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, കുറച്ച് അൺപെയർഡ് ഇലക്ട്രോൺസും ഉണ്ടാവും. അതിൽ ഈ പെയർഡ് ഇലക്ട്രോൺസിന്റെ എന്ന് പറഞ്ഞാൽ ഡയാമാഗ്നറ്റിസത്തിൽ നിന്നുള്ള കോൺട്രിബ്യൂഷനും ഉണ്ടാവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സസെപ്റ്റിബിലിറ്റിയിൽ. അത് നമുക്ക് സ്മോൾ ആണ്, പക്ഷേ നെഗ്ലിജിബിൾ ആണെന്ന് പറയാൻ പറ്റില്ല, ഒഴിവാക്കാൻ മാത്രം അല്ല. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ ഡയാമാഗ്നറ്റിക് കോൺട്രിബ്യൂഷൻ മാത്രമുള്ള സസെപ്റ്റിബിലിറ്റി എത്രയെന്ന് മെഷർ ചെയ്തിട്ട് അത് നമ്മുടെ സബ്സ്റ്റൻസിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് നമ്മൾ അതിനെ കളയാണ് സാധാരണയായിട്ട് ചെയ്യാറ്. ഇനി ഈ മാക്രോസ്കോപ്പിക് സസെപ്റ്റിബിലിറ്റി എങ്ങനെയാണ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോണിലേക്ക് നമ്പർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമുക്കൊരു കാൽക്കുലേഷൻ പാർട്ടൊക്കെ വരുന്നുണ്ട്, ഇക്വേഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. മെത്തേഡ് വഴി നമുക്ക് കിട്ടുന്ന മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി, ആ മാക്രോസ്കോപ്പിക് സസെപ്റ്റിബിലിറ്റിനെ നമ്മൾ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ അതിന്റെ ഇലക്ട്രോണിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ എന്നുള്ളത് കണ്ടെത്തണം. അതിന്റെ കാൽക്കുലേഷൻ പാർട്ടാണ് നമ്മൾ പറയുന്നത്. മാക്രോസ്കോപ്പിക് സസെപ്റ്റിബിലിറ്റി ടു ഇൻഡിവിജ്വൽ മോളിക്കുലർ മൊമെന്റ് ആൻഡ് ഫൈനലി ടു ദ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോണിലേക്ക് എത്തണം. From the classical theory, the corrected or paramagnetic molar susceptibility is related to permanent paramagnetic moment mu by the equation chi-m is equal to n square mu square ആണ് കേട്ടോ, divided by 3RT. ഈ ഇക്വേഷൻ വഴിയാണ് അവ തമ്മിലുള്ള ബന്ധം. n എന്ന് പറയുന്നത് അവഗാഡ്രോസ് നമ്പർ ആണ്, r എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, t ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്, mu ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ബോർ മാഗ്നെറ്റോൺ. ഒക്കെ നമ്മൾ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ഒക്കെ വെച്ച് ചെയ്തപ്പോൾ നമുക്കറിയാം മ്യൂന്റെ യൂണിറ്റ് നമ്മൾ ബോർ മാഗ്നെറ്റോണിലാണ്. സോൾവിംഗ് ദിസ് എക്സ്പ്രഷൻ ഫോർ ദ മാഗ്നറ്റിക് മൊമെന്റ്, അപ്പൊ നമ്മൾ ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുക. മ്യൂ ഈസ് ഈക്വൽ ടു അപ്പൊ എങ്ങനെ വരും, chi-m 3RT ഡിവൈഡഡ് ബൈ n സ്ക്വയർ വരും, മ്യൂ സ്ക്വയർ. ഇനി അപ്പം മ്യൂ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 3RT chi-m ഡിവൈഡഡ് ബൈ n സ്ക്വയർ വരും. അതിൽ 3R n ഇത്രയും എണ്ണം കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റുകൾക്ക് ഓരോ വാല്യൂ കൊടുത്താൽ നമുക്ക് അവസാനം ഇക്വേഷൻ കിട്ടും. മ്യൂ ഈസ് ഈക്വൽ ടു 2.83 chi-m t ഹോൾ റൈസ് ടു ഹാഫ് എന്ന് കിട്ടും. അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്താണ് chi-m-ഉം മ്യൂവും തമ്മിൽ റിലേഷനായി. മ്യൂ പാരാമാഗ്നറ്റിക് മൊമെന്റ് കിട്ടിയാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അതിന്റെ അൺപെയർഡ് ഇലക്ട്രോൺസ് എത്ര എണ്ണം ഉണ്ട് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഡിഫറെന്റ് പല ടൈപ്പ് കോംപ്ലക്സുകൾക്കും വേറെ വേറെ മെത്തേഡാണ്. പാരാമാഗ്നറ്റിക് മൊമെന്റ് ഒറിജിനേറ്റ്സ് ഇൻ ദ സ്പിൻ ആൻഡ് ഓർബിറ്റൽ മോഷൻ ഓഫ് ദ അൺപെയർഡ് ഇലക്ട്രോൺ ഇൻ ദ സബ്സ്റ്റൻസ്. അതിൽ സബ്സ്റ്റൻസിൽ ഡിഫറെന്റ് ടൈപ്പ് 3 പോസിബിൾ മോഡ്സ് ഓഫ് കപ്ലിംഗ് ബിറ്റ്വീൻ ദീസ് കോമ്പണൻസ്. ഏതൊക്കെയാണ്? സ്പിൻ സ്പിൻ കപ്ലിംഗ് ഉണ്ട്, സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് ഉണ്ട്, ഓർബിറ്റൽ ഓർബിറ്റൽ കപ്ലിംഗ് ഉണ്ട്. അപ്പം ഏത് കോംപ്ലക്സ് ആണോ നമ്മൾ എടുക്കുന്നത് അത് നോക്കിയിട്ട് അതിൽ ഏതൊക്കെ ടൈപ്പ് കപ്ലിംഗ് ആണ് ഉള്ളതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മ്യൂ chi-m-ൽ നിന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയിൽ നിന്ന് മ്യൂ വാല്യൂയിലേക്ക് നോക്കുക. ആ മ്യൂ വാല്യൂവിൽ നിന്ന് നമുക്ക് അതിലുള്ള അൺപെയർഡ് ഇലക്ട്രോൺസിലേക്ക് കണ്ടെത്താൻ പറ്റുക. ഇനി ഓരോ ടൈപ്പ് നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഇനി നമ്മളിപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കപ്ലിംഗ് പറഞ്ഞല്ലോ. അപ്പം അത് ഓരോ ടൈപ്പ് കോംപ്ലക്സുകൾ എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന കോംപ്ലക്സ്, നമ്മളിപ്പോൾ 3 ടൈപ്പ് കപ്ലിംഗ് ഏതൊക്കെ പറഞ്ഞത്? സ്പിൻ സ്പിൻ, ഓർബിറ്റൽ ഓർബിറ്റൽ, സ്പിൻ ഓർബിറ്റൽ, ഈ 3 ടൈപ്പ് കപ്ലിംഗ്. അപ്പൊ ചില കോംപ്ലക്സുകളിൽ ഈ 3 ടൈപ്പ് കപ്ലിംഗും ഉണ്ടാവും. അതിന് എക്സാമ്പിൾ ആണ് ലാന്തനൈഡ്സ്. ലാന്തനൈഡ്സ് വി മസ്റ്റ് കൺസിഡർ ഓൾ 3 ടൈപ്സ് ഓഫ് കപ്ലിംഗ്. 3 ടൈപ്പ് കപ്ലിംഗും നമ്മൾ കൺസിഡർ ചെയ്യണം. Theoretical paramagnetic moment for such complex is given by mu is equal to g into square root of j into j plus 1. അതാണ്
തിയറിറ്റിക്കൽ പാരാമാഗ്നറ്റിക് മൊമെന്റ്. അതിൽ ജെ എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ ആണ്. ജി എന്ന് പറയുന്നത് ലാൻഡേ സ്പ്ലിറ്റിംഗ് ഫാക്ടർ ഫോർ ദ ഇലക്ട്രോൺ. ലാൻഡേ സ്പ്ലിറ്റിംഗ് ഫാക്ടർ G is equal to 1 plus J into J plus 1 plus S into S plus 1 minus L into L plus 1 divided by 2 J into J plus 1. ഇതിൽ J എന്ന് പറയുന്നത് J depends on total angular momentum, orbital angular momentum quantum number L and total spin angular momentum quantum number S. അപ്പം ലാന്തനൈഡ് ടൈപ്പ് കോംപ്ലക്സുകളുടെ എന്ത് വാല്യൂ നമ്മൾ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയിൽ നിന്ന് മ്യൂ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ആ മ്യൂ വാല്യൂവിൽ നിന്ന് നമുക്ക് എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് ഈ തന്നിട്ടുള്ളത്. ഇനി അടുത്ത ടൈപ്പ് കോംപ്ലക്സ് ഏതാണെന്ന് നോക്കാം. ഇനി നമ്മൾ അടുത്തത് കൺസിഡർ ചെയ്യുന്നത് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഇല്ലാത്ത ടൈപ്പ് കോംപ്ലക്സുകളാണ്. Complexes in which spin orbit coupling is non-existent or negligible, but spin and orbital contributions are both significant. Spin and orbital contribution significant ആണ്, അതേസമയം spin orbit coupling ഇല്ല. അങ്ങനത്തെ കേസുകളിൽ നമ്മൾ mu is equal to 4s into s plus 1 plus l into l plus 1 whole raised to half ആണ് നമ്മുടെ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ. ഇനിയും this equation describes the condition that is never fully realized in complexes because the actual orbital contribution is always somewhat less than the ideal value. This occurs because the orbital angular momentum is reduced from what it would be in free metal ion by the presence of ligand. Extreme കേസിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ L is effectively 0. L value എന്ന് പറഞ്ഞാൽ orbital contribution value 0 ആവും. The orbital contribution to the magnetic moment is said to be quenched. This is the general situation in complexes having A or E ground state. A, E ground state വരുന്ന കേസുകളിൽ orbital contribution 0 ആണ്. That means orbital contribution, magnetic moment is said to be quenched. അങ്ങനെയുള്ള കേസുകളിൽ A, E ground state വരുന്ന കേസുകൾ പറഞ്ഞാൽ D3, D4 high spin, D5 high spin, D6 low spin, D7 low spin and D8 cases. അപ്പോൾ അവിടെ എന്ത് വരും? L വാല്യൂ ഇസ് ഈക്വൽ ടു 0 വരും. അപ്പം മ്യൂ എന്തായി മാറും? 4s into s plus 1 whole raised to half വരും. ദാറ്റ് ഈസ് 2 into സ്ക്വയർ റൂട്ട് ഓഫ് s into s plus 1. അതിൽ s എന്ന് പറയുന്നത് n/2 ആണ്. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോണുമായിട്ട് സ്പിന്നുള്ള റിലേഷൻ എന്ന് പറയുന്നത് n/2 ആണ്. അപ്പം മ്യൂ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് n into n plus 2 വരും. ഇതാണ് നമ്മുടെ നമ്മൾ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് പറയുന്നില്ലേ, n into n സ്ക്വയർ റൂട്ട് ഓഫ് n into n plus 2. അപ്പം ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമുക്ക് കോംപ്ലക്സുകളുടെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഡിറ്റർമിനേഷനും അതിൽ നിന്ന് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ഫോർമുല കാൽക്കുലേഷനും ഒക്കെ വരുന്ന ഭാഗം ഇത്രയേ ഉള്ളൂ. ഓക്കെ, കഴിഞ്ഞിട്ടില്ല മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. നമുക്ക് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് അടുത്തൊരു ക്ലാസ്സിലായിട്ട് പറയാം. താങ്ക് യു.